ആ ഒരു ജനുവരി മാസത്തിലാണ് കൂടുതൽ എന്തിനാണ് ജിമ്മിൽ അഡ്മിഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു 12% ആൾക്കാർ ആ അഡ്മിഷൻ നടത്തിയ 12% ആൾക്കാരും പിന്നീട് എന്ത് ചെയ്യണില്ല, കണ്ടിന്യൂ ചെയ്യണില്ല. ഇതിപ്പോ നമ്മുടെ ഒരു ജിമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞ അമ്മാതിരി തിരക്കായിരുന്നു ജിമ്മില്. ഇപ്പൊ പോകുമ്പോ ഞാനും ഉണ്ടാവും, ട്രെയിനറും ഉണ്ടാവും, വേറെ ആരുമില്ല. പിന്നെ ഇടയ്ക്ക് 2-3 പേര് വരും, പോവും, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട്, മറ്റേ അന്ന് ജിമ്മ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു കൂട്ടുകാരെ ഇവ അവിടെ പോവും, എന്നിട്ട് മറ്റേ മിറർ സെൽഫി എടുക്കും. മനസ്സിലായി. ഡേ 1, രണ്ടാമത്തെ ഡേ 2, മൂന്നാമത്തെ ഡേ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര മിറർ സെൽഫി ഇങ്ങനെ പോവാണെങ്കിൽ സെറ്റ് വന്നിട്ട് എന്നിട്ട് ഇവ തിരിച്ചു വരുന്ന സമയത്ത്, അതായത് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഫുൾ എഡിറ്റിങ് ഡേ 1 എന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര ഒരു അരമണിക്കൂർ അതിന് മുകളിൽ ഇരിക്കും. അങ്ങനെ ഒരു 5-6 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വഴിക്ക് കണ്ടിട്ടില്ല, നിർത്തി. കാരണം അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജിമ്മിൽ വരേണ്ട ആൾക്കാർ വരവ് നിർത്തി. മനസ്സിലായ സംഭവം? അവര് നിർത്തി, പിന്നെന്തിനാ ഇവൻ പോകുന്നത്? അതാണ് സംഭവം. പിന്നെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് വരെ എല്ലാവരും പോകുന്നത്. ഇപ്പൊ ട്രെൻഡ് അതാണ്, ജിമ്മിന് പോവുക. ഇപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ് ജിമ്മിന് പോവുക. അപ്പൊ എല്ലാവരും ജിമ്മിന് പോയി. ട്രെൻഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്തി. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഒരു സംഭവം പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാം, നാളെ മുതൽ രാവിലെ എനിക്ക് ജിമ്മിന് പോകണം, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഓടാൻ പോകണം. എന്നിട്ട് പറയുമ്പോൾ ബ്രെയിനോട് ഒരു സുഖം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിലീസ് കാരണം നമ്മൾ ശരിക്കും അത് ആ ഒരു റിലീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ആ ആക്ഷൻ ചെയ്യണതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് അത്തരം ഡോപ്പമിൻ റിലീസ് ഉണ്ടാവണില്ല. കാരണം ഇതിന്റെ ഒരു സ്റ്റഡി പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോവാണെങ്കിലും അത് എല്ലാവരുടെ അടുത്തും പറയാം, ഞാൻ നാളെ മുതൽ പഠിക്കാൻ പോവാ, ഞാൻ നാളെ മുതൽ രാവിലെ നേരത്തെ നിൽക്കും. ഈ പറയുന്ന ടൈമിൽ, ആ ടൈമിൽ ബ്രെയിൻ ഒരു ഡോപ്പമിൻ, ആ ഒരു സുഖം കിട്ടും. പിന്നെ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മള് തീരുമാനം എടുത്താൽ ചെയ്യുക, ഓൺ ദി സ്പോട്ടിൽ ചെയ്യുക. നാളേക്ക് എന്നുള്ള ഒരു സംഭവം അവിടെ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തിന് ശേഷം കൂടുതൽ ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീറ്റോക്സുകളാണ്. അതായത് സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുക, ഈ നാളെ മുതൽ ഞാൻ സ്ക്രീൻ ടൈം കുറക്കും. അതാണ് മിക്ക ട്രെൻഡും, മിക്ക ആൾക്കാരും അതാണ് അപ്പോൾ അവരെ മെയിൻ ഇതായിട്ട് കാണുന്നത്, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു 2-3 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെടുത്ത സംഭവമില്ലേ, അത് പറഞ്ഞ സത്യം എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അതായത് 2 ദിവസം ക്രേവിങ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെപ്പാടെ ഒരുമാതിരി പ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. അത്രയ്ക്കും ക്രേവിങ് ആണ്, ഫോൺ എടുക്കണം. പിന്നെ നമ്മളതിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ തുടങ്ങി, എങ്ങനെയൊക്കെ ഇത് കളയാന്നുള്ള സംഭവം. നമ്മളതിൽ കുറെ ബ്ലോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച്. കാരണം ശരിക്കും നമ്മളല്ലേ ചെയ്യണത്, ഇത് ബ്രെയിൻ ഇതാക്കിയിട്ട് നമ്മളെ കൂടെ ചെയ്യിപ്പിക്കണ പോലെ നമുക്ക് തോന്നും. പിന്നെ ബ്രെയിന് ഹാബിറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ, ഇപ്പം നമ്മൾ ബിടെക് സ്റ്റുഡൻസ് ആണല്ലോ, ചില ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ്